അയോധ്യ വിധി കോടതിയുടെ ഏക ശബ്ദത്തിലുള്ള ഉത്തരവാകണമെന്ന നിർബന്ധം തങ്ങൾക്കുണ്ടായിരുന്നതായി ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. അക്കാരണത്താൽ തന്നെയാണ് വിധിയിൽ ജഡ്ജിമാരുടെ പേരുകൾ ഉൾപ്പെടുത്താതിരുന്നത്. വിധിയിലേക്ക് നയിച്ച കാരണങ്ങളിലും ബെഞ്ചിന് ഏകാഭിപ്രായമായിരുന്നുവെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞു. 2019 നവംബർ 9 അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ബെഞ്ചിൽ അംഗമായിരുന്നു. അശോക് ഭൂഷൺ, അബ്ദുൽ നാസിർ, എസ് എ ബോബ്ഡെ തുടങ്ങിയവർ അംഗങ്ങളായ ബെഞ്ചിന്റെ ഐക്യകണ്ഠേനയുള്ള ശബ്ദമായിരുന്നു വിധിയെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞു. When the five-judge bench sat to deliberate on the judgment, as we all do before a judgment is pronounced, we all decided unanimously that this will be a judgment of the court, and therefore there was no authorship ascribed to an individual judge. The case had a long history of conflict, of diverse viewpoints, based on the history of the nation, and all of us who were part of the bench decided that this will be a judgment of the court. The court will speak through one voice. And the idea of doing so was to send a clear message that all of us stood together, not only in the ultimate outcome, but in the reasons which were indicated in the judgment. And that was why we decided that this will read as a judgment of the court. Since we decided that this will read as a judgment of the court, it will always remain a judgment of the court, and I'll close my answer with that. ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഡിവൈ ചന്ദ്രചൂഡ് നിലപാട് വ്യക്തമാക്കിയത്. വിധി മാത്രമല്ല, വിധിയിലേക്ക് നയിച്ച കാരണങ്ങളിലും ജഡ്ജിമാർക്ക് ഒരേ അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ വിധിന്യായത്തിൽ ആരുടെയും പേര് ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന തീരുമാനത്തിൽ തങ്ങൾ എത്തുകയും ചെയ്തു. ഈ വിധി കോടതിയുടേതായി അറിയപ്പെടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു. എക്കാലവും അത് കോടതി വിധിയായി നിലനിൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.